നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. മൈഗ്രെയിൻ അല്ലെങ്കിൽ കൊടിഞ്ഞി എങ്ങനെയാണ് ചികിത്സിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. മൈഗ്രെയിൻ എന്താണ്, അതിലെ ഭക്ഷണക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. മൈഗ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ മൈഗ്രെയിൻ വരാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വീടുകളിൽ എന്തായാലും മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിയെങ്കിലും ഉണ്ടാവും. ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് മൈഗ്രെയിന്റെ കാരണം. ഭക്ഷണം മുടങ്ങുക, ഉച്ചസമയത്ത് വെയിലത്ത് പോവുക, രാത്രി ഉറക്കം നിൽക്കുക, അനാവശ്യമായ ടെൻഷൻ, ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉറപ്പുണ്ടാക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ, ചില സ്മെല്ല്, ഇതിനെല്ലാം മൈഗ്രെയിനിലേക്ക് വഴിവെച്ചേക്കാം. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരെ മൈഗ്രെയിൻ മാറി നിൽക്കും. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളിൽ പീരിയഡ്സിന്റെ അല്ലെങ്കിൽ മെൻസ്ട്രേഷന്റെ സമയത്ത് വരുന്ന തലവേദന മാത്രമാണ്. മരുന്നുകൾ ഉപയോഗിച്ച് മൈഗ്രെയിന്റെ ചികിത്സയിലേക്ക് വന്നാൽ അതിന്റെ ചികിത്സ രണ്ട് തരത്തിലാണ്. ഒന്ന് അബോർട്ടീവ് ട്രീറ്റ്മെന്റ്, രണ്ട് പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെന്റ്. തലവേദന വരികയാണ് എങ്കിൽ വേദന സംഹാരികൾ എന്തെങ്കിലും ഉപയോഗിച്ച് അപ്പോൾ തലവേദന ശമിപ്പിക്കുക എന്നതിനെയാണ് അബോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദന സംഹാരികൾ കൂടുതലായി ഉപയോഗിച്ചാൽ മൈഗ്രെയിൻ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മാസത്തിൽ 2 തവണ വരെ തലവേദന വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാം, മൈഗ്രെയിന് ശമനം ലഭിക്കും. അതിൽ കൂടുതൽ തവണ തലവേദന വരുന്നു എങ്കിൽ വേദന സംഹാരികൾ ഒഴിവാക്കുക. കാര്യം മൈഗ്രെയിന്റെ തീവ്രത കൂടും, മൈഗ്രെയിൻ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സ്ഥിരമായി മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് അല്ലെങ്കിൽ ക്രോണിക് ഡെയിലി ഹെഡേക്ക് എന്നൊക്കെയുള്ള ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിവിശേഷങ്ങളിലേക്ക് മൈഗ്രെയിൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ പ്രഷർ കൂടുക, കിഡ്നിക്ക് അപകടം ഉണ്ടാവുക എന്നുള്ള സൈഡ് എഫക്റ്റുകളും വേദന സംഹാരികൾക്കുണ്ട്. മാസത്തിൽ 2 തവണയിൽ കൂടുതൽ മൈഗ്രെയിൻ വരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെന്റിലേക്ക്, അതല്ല എങ്കിൽ മൈഗ്രെയിൻ വരാതിരിക്കാൻ കൊടുക്കുന്ന മരുന്നുകളിലേക്ക് നീങ്ങും. പ്രധാനമായും 5-6 തരം മരുന്നുകളാണ് അലോപ്പതിയിൽ ഇതിനായി ഉപയോഗിക്കുക. പ്രൊപ്രാനലോൾ, അമിട്രിപ്റ്റിലിൻ, ടോപ്പിറാമേറ്റ്, വാൽപ്രോയിക് ആസിഡ്, ഫ്ലുമാരസിൻ എന്ന മരുന്നുകളാണ് നമ്മൾ മൈഗ്രെയിനായി കൂടുതലും ഉപയോഗിക്കുക. ഇതിൽ ചിലതൊക്കെ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ യോജിക്കുക, ചിലതൊക്കെ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ യോജിക്കുക. ഏത് മരുന്നാണ് ഒരു മൈഗ്രെയിൻ വരാതിരിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നത് നല്ലൊരു ന്യൂറോളജി ഡോക്ടറോ ഫിസീഷ്യനോ എടുക്കേണ്ട തീരുമാനമാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു ന്യൂറോളജി ഡോക്ടറിനെയോ ഫിസീഷ്യനെയോ നിങ്ങൾ സന്ദർശിക്കുക. ഒരു തവണ മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ തുടങ്ങിയാൽ കുറഞ്ഞത് 4 മുതൽ 5 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കണം. ഏറ്റവും കുറഞ്ഞ ഡോസിലായിരിക്കും ഇത് തുടങ്ങുക. മൈഗ്രെയിൻ വരാതിരിക്കുക എന്ന ഒരു 2-3 മാസത്തേക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ മരുന്നിന്റെ ഡോസ് കുറച്ചേക്കാം. എന്നാൽ മരുന്ന് നിർത്തുമ്പോൾ ഭാവിയിൽ വീണ്ടും തലവേദന വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്തുകയും ചിട്ടയായ ജീവിത രീതി തുടരുകയും ചെയ്യും. നന്ദി.